കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായനയും പുസ്തകങ്ങളും ഗ്രന്ഥശാലയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ മഹാനായ വ്യക്തിയായിരുന്നു ശ്രീ PN പണിക്കർ. ജൂൺ 19 മുതൽ 25 വരെ കേരള സംസ്ഥാനത്ത് വായനാ വാരം ആചരിക്കുക. ഈ വായനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുപേക്ഷണീയമായ ഒരു ഭാഗമാണ് വായന എന്ന് പറയുന്നത്. ആ നിലയിൽ വായനയെ പരിഗണിക്കുവാനും വായനയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകാനും പുതിയ തലമുറ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം എന്നുള്ളതാണ് ഈ വായന വാരാചരണത്തോടനുബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി നൽകുവാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അമ്പലപ്പുഴയിലാണ്. ആദരണീയനായ PN പണിക്കരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ആചരിക്കുകയാണ്. ഒരാഴ്ചക്കാലമാണ് ഈ വായനാ ദിനം ആചരിക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും സംഘടനകളുമൊക്കെ വിവിധ തരത്തിലുള്ള വായനയുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരാഴ്ച കൃത്യമായി വായനാ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. വായനാ ദിനം വായനാ വാരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം. യശശരീരനായ PN പണിക്കർ സാറിൻ്റെ ചരമദിനം. തികഞ്ഞ ഗാന്ധിയൻ, അധ്യാപകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് കേരളക്കരയുടെ സാംസ്കാരിക ജീവിതത്തെ ധന്യമാക്കിയ ബഹുമുഖ പ്രതിഭാശാലിയായിരുന്നു PN പണിക്കർ എന്ന നാമധേയത്തിലുള്ള പൊതുവാൾ നാരായണ പണിക്കർ. കുട്ടനാട്ടിലെ നീലമ്പേരൂരിൽ ജനിച്ച് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അമ്പലപ്പുഴയിൽ അധ്യാപകനായി എത്തി അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രസിദ്ധ സാഹിത്യകാരനും നിരൂപകനുമായ PK നാരായണപിള്ളയുടെ നാമധേയത്തിലുള്ള രജിസ്ട്രേഷൻ നമ്പർ 1 ഗ്രന്ഥശാലയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും പ്രഥമ സെക്രട്ടറിയുമായിരുന്നു PN പണിക്കർ സാർ. ഒരു വലിയ ജനകീയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഇടയാക്കിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം. അക്ഷരം വിസ്മയങ്ങളുടെ അനന്തതയാവുന്നു. ഓരോ എഴുത്തുകാരൻ്റെ ഉള്ളിലും വായനയുടെ മാന്ത്രിക സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. വായനയുടെ ലോകത്തേക്ക് അവനെ എത്തിച്ച ഉദാത്ത സ്മരണകൾ ചിപ്പിക്കുള്ളിലെ മുത്തുകളായി അവർ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഞാൻ ലോകത്തെ കണ്ടിട്ടുള്ളത് ഒരു ചതുരമായിട്ടാണ്. മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ കാണുന്നത്. മറ്റുള്ളവർ ലോകത്ത് പല വീക്ഷണകളിൽ കൂടിയാണ് കാണുന്നത്, പല ആകൃതികളിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചതുരമാണ്. അത് ഈ ജനലാണ്. ഈ ഏകാന്തതയിൽ നിന്നാണ് ഞാൻ ഒരു സമാന്തര ലോകമുണ്ടല്ലോ ഭാവനയിൽ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, പുസ്തകം വായിക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു കൂട്ടായ്മ. അപ്പോൾ അന്ന് ഞങ്ങളുടെ കയ്യിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറിയിരിക്കുന്ന ഇന്ന് യുവാക്കളുടെ കീശയിലേക്ക് 100-ൻ്റെയും 500-ൻ്റെയും ഒക്കെ നോട്ടാണ്. പക്ഷെ എൻ്റെയൊക്കെ യൗവനകാലത്ത് ദാരിദ്ര്യമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. പുസ്തകം വാങ്ങുക എന്നുള്ളത് അസാധ്യമായിട്ടൊരു കാര്യമാണ്. പുസ്തകം പോട്ടെ ഒരു വാരിക വാങ്ങാനുള്ള കാശ് പോലും ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജീവിതത്തിൽ ആകെ ഒരിക്കൽ മാത്രമേ മോഷ്ടിച്ചിട്ടുള്ളൂ. അത് പിന്നെ പണമല്ല മോഷ്ടിച്ചത്. ഞാൻ കട്ടത് ഒരു വാരികയാണ്.
അത് കെ ബാലകൃഷ്ണൻ്റെ കൗമുദി എന്ന വാരിക. കാരണം മയ്യഴിയിൽ വായനശാലയിൽ ഈ വാരിക വരുന്നത് എല്ലാവരും കാത്തിരിക്കും. പിന്നെ ഒരു കോപ്പിയേ വരുള്ളൂ, ഒരുപാട് പേര് അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വാരിക വന്ന ദിവസം ഞാനത് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തിരിച്ചവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വാരിക വാങ്ങാൻ പോലും കാശില്ലാതെ ഒരു കാലമായിരുന്നു അത്. പക്ഷെ അന്ന് വലിയൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. വായനയും എഴുത്തിനെയും ഏറെ സ്നേഹിക്കുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, മയ്യഴിയുടെ കഥാകാരൻ, വായനയെ ജനകീയമാക്കിയ പി.എൻ. പണിക്കർ എന്ന മഹത് വ്യക്തിയെ ഓർക്കാതെ ഒരു വായനയും പൂർണ്ണമാകുന്നില്ല. ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം നമ്മൾ വായനാ വാരമായി ആഘോഷിക്കുകയാണ്. എല്ലാ കുട്ടികളും വായനയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളുമായി ഈ പരിപാടിയോട് പൂർണ്ണമായും സഹകരിക്കുക. ഇന്ന് ജൂൺ 19. മലയാളികൾക്ക് ഇന്ന് വായനാ ദിനം. ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം വായനാ വാരമായി ആചരിക്കുകയാണ്. വായനയുടെ പ്രാധാന്യം ഇന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള സമൂഹമാണ് നമ്മുടേത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സ്ഥാപകനായ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായനയും പുസ്തകങ്ങളെയും ഗ്രന്ഥശാലകളെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനായിരുന്നു പി.എൻ. പണിക്കർ. നാടൊട്ടുക്കും വായനശാലകളും ഗ്രന്ഥശാലകളും സ്ഥാപിക്കുകയും അക്ഷരമറിയാത്ത സാധാരണ ജനങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും അദ്ദേഹത്തിന്റെ ജീവിതവൃതമായിരുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവ് 1829 തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ ജനകീയ വായനാ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചു. വിദ്യ നേടി രക്ഷ നേടുക എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആഖ്യാനവും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ തരംഗങ്ങളും അധകൃത വർഗങ്ങളുടെ വിദ്യാഭ്യാസം നിഷേധിച്ച ഉപരിവർഗത്തിനെതിരെയുള്ള അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരനിരകളും അക്ഷരജ്ഞാനം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു. ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളും കാർഷിക പ്രക്ഷോഭങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടാണ് വായനശാലകൾ ആദ്യകാലങ്ങളിൽ ഉയർന്നു വന്നത്. ഇരുപതാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങൾ മുതൽ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിരുന്നു. തികഞ്ഞ ഗാന്ധിയനായിരുന്ന പി.എൻ. പണിക്കർ 1909 മാർച്ച് 1 കുട്ടനാട്ടിലെ നീലംപേരൂർ ഗ്രാമത്തിൽ പുതുവായിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിപ്പിള്ളയുടെയും മകനായി പുതുവായിൽ നാണു പണിക്കർ എന്ന പി.എൻ. പണിക്കർ ജനിച്ചു. ഗ്രാമത്തിലെ സ്കൂളിൽ നിന്നും JSLC പരീക്ഷയിൽ അഭിമാനാർഹമായ വിജയം കൈവരിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു വിശാല വീക്ഷണം അദ്ദേഹത്തിന് കൈവന്നു കഴിഞ്ഞിരുന്നു. താൻ നേടിയ അറിവിന്റെ ലോകം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കപ്പെടണമെന്നുള്ള തിരിച്ചറിവ് അപ്പോഴേക്കും അദ്ദേഹത്തിൽ വേരുറച്ചിരുന്നു. മഹാത്മാഗാന്ധി അഖിലേന്ത്യാ തലത്തിൽ ഹരിജനോദ്ധാരണ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാലം. പണിക്കർ തന്റെ ഗ്രാമത്തിൽ ഹരിജന സേവാ സമിതി എന്ന പേരിൽ ഒരു സംഘത്തിന് രൂപം കൊടുക്കുകയും ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നീലംപേരൂർ ഗ്രാമത്തിൽ സനാതന ധർമ്മ വായനശാല സ്ഥാപിച്ചുകൊണ്ട് തന്റെ സാംസ്കാരിക പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു.
ജനങ്ങളിൽ ദേശീയബോധവും സ്വാതന്ത്ര്യചിന്തയും പ്രചരിപ്പിക്കുവാനും വായനാശീലം വളർത്തുവാനും ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. കേരളത്തിന്റെ കലാസാംസ്കാരിക വേദികളിൽ വേറിട്ട സംഭാവനകൾ നൽകിയ ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ അമ്പലപ്പുഴയുടെ മണ്ണിൽ 1925 PN പണിക്കർ സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ളയുടെ അനുവാദത്തോടുകൂടി KK കുഞ്ചുപിള്ളയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ജസ്റ്റിസ് PK വിലാസം വായനശാല എന്ന പേരിന് അല്പം ഭേദഗതി വരുത്തി PK വിലാസം വായനശാല എന്നാക്കി. സാഹിത്യ പഞ്ചാനന്റെ മരണത്തോടുകൂടി PK വിലാസം വായനശാല PK മെമ്മോറിയൽ ഗ്രന്ഥശാലയായി തീർന്നു. ദിവാൻ ഭരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്ന ആ കാലത്ത് പുന്നപ്ര വയലാർ പോലുള്ള പ്രദേശത്തെ പ്രക്ഷോഭകാരികൾ സർ CPയെ കൊണ്ട് അമ്പലപ്പുഴയിലെ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യിക്കുന്നതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുവെങ്കിലും KK കുഞ്ചുപിള്ളയുടെയും മറ്റും മൗനാനുവാദത്തോടെ ഗ്രന്ഥശാലയുടെ ഉന്നമനമൂർത്തെ ഉദ്ഘാടനം നടത്തുകയാണുണ്ടായത്. വായനയുടെ പ്രാധാന്യത്തെ ലോക സമക്ഷത്തിലെത്തിക്കുന്നതിന് വേണ്ടി സാക്ഷരതയും വിദ്യാഭ്യാസവുമൊക്കെ തൻ്റെ ജീവിതചര്യയായി കൊണ്ടു നടന്ന PN പണിക്കർ സാറിൻ്റെ ചരമദിനമാണ് സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം അതിലൂടെ തന്നെ ആരോഗ്യ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ ലോകത്തിൻ്റെ മുന്നിലെത്താൻ കഴിഞ്ഞത് തുടർന്നും പഠിക്കാനുള്ള നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിച്ചതുകൊണ്ടാണ്. ഇന്നും വായനയുടെ നിറം മങ്ങിയിട്ടില്ല. വിവിധ ദൃശ്യ മാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും വായനയിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് ഏറ്റവും വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ കേരളത്തിലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഒന്നാമതായി രജിസ്ട്രേഷൻ നമ്പർ 1 ഉള്ള അമ്പലപ്പുഴയിലെ ഗ്രന്ഥശാലയിലാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനം വായനയെ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വായനയിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് നിരന്തരമായി നമുക്ക് പുതുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. അമ്പലപ്പുഴ PK ഗ്രന്ഥശാലയുടെ സ്ഥാപക സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള PN പണിക്കർ സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ക്യാൻഫെഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അമ്പലപ്പുഴയിലെത്തിയപ്പോഴാണ്. സാർ എന്നെ അടുത്ത് വിളിച്ച് എന്നോട് പറഞ്ഞു, നിന്നെപ്പോലുള്ള കൊച്ചുകുട്ടികളാണ്, കുറച്ച് ചെറുപ്പക്കാരാണ് ഈ ഗ്രന്ഥശാല പ്രവർത്തനവും സാക്ഷരതാ പ്രവർത്തനവും ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിൻ്റെ പ്രവർത്തകരായി മാറണമെന്നും അദ്ദേഹം അന്ന് എന്നോട് പേഴ്സണലായി പറയുകയുണ്ടായി. ശ്രീ PN പണിക്കർ സാറിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഗ്രന്ഥശാലയെ പ്രവർത്തകനായി മാറുകയും ചെയ്തത്. PN പണിക്കർ സാറ് അമ്പലപ്പുഴയുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. അദ്ദേഹം നീലമ്പേരൂരിൽ നിന്ന് അമ്പലപ്പുഴയിൽ ഒരു സ്കൂൾ അധ്യാപകനായി വന്നതോടെ അമ്പലപ്പുഴയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം PK മെമ്മോറിയൽ വായനശാലയുടെ തുടക്കക്കാരനായി മാറി. വായനശാല നേരത്തെ സ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും ആ വായനശാലയുടെ സെക്രട്ടറിയായി പണിക്കർ സാർ വന്നതോടുകൂടി അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ആദ്യം വായനശാലയായും പിൽക്കാലത്ത് ഗ്രന്ഥശാലയായും മാറിയ ആ സ്ഥാപനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ലായി മാറിയത് PN പണിക്കർ സാറിൻ്റെ ശ്രമങ്ങളോടെയായിരുന്നു. ഈ ചെറിയ വായനശാലയിൽ ചേർന്ന യോഗമാണ് തിരുവിതാംകൂറിൽ മറ്റ് വായനശാലകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്നുള്ള പേരിൽ വായനശാലകളുടെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സർ CP രാമസ്വാമി അയ്യരായിരുന്നു അന്ന് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിൽക്കാലത്ത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചിയായപ്പോൾ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘവും, പിന്നീട് കേരള സംസ്ഥാനം രൂപം കൊണ്ടതോടുകൂടി അത് കേരള ഗ്രന്ഥശാല സംഘവുമായി മാറി. 10 100 വായനശാലകളിൽ നിന്ന്
ഇന്ന് 6000-ഓളം വായനശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചെടുക്കുവാൻ പണിക്കർ സാറ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയ ജൈത്രയാത്രകൾ, തീർത്ഥയാത്രകൾ, അതിൻ്റെ ഫലമായി ഇന്ത്യയിലെ നിന്ന് മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരള ഗ്രന്ഥശാല സംഘമായി മാറി. വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സുഹൃത്ബന്ധത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച പി എൻ പണിക്കർ സാറും എൻ്റെ അപ്പൂപ്പനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എൻ്റെ അപ്പൂപ്പൻ ശ്രീ കെ കുഞ്ചുപിള്ള അവர்களுം തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഈ PK മെമ്മോറിയൽ ലൈബ്രറിയുടെ ഒരു സൃഷ്ടിയെന്ന് നമുക്ക് പറയാം. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ചരിത്രപരമായ പ്രാധാന്യവും കാര്യക്ഷമമായ പ്രവർത്തനവും പരിഗണിച്ച് 1996 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മോഡൽ വില്ലേജ് ലൈബ്രറി പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് സംസ്ഥാനത്തെ മറ്റ് പ്രസിദ്ധമായ ഗ്രന്ഥശാലകളോടൊപ്പം PK മെമ്മോറിയലും ചരിത്ര സാന്നിധ്യമാകുന്നു. കേരള ഗ്രന്ഥശാല സംഘം പോലെ തന്നെ മഹത്തായ ഒരു പ്രസ്ഥാനം പിന്നീട് പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായത് കാൻഫഡ് എന്ന പേരിൽ അറിയപ്പെട്ട അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയായിരുന്നു. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി, അതിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് KANFED, കാൻഫഡ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തത്. പണിക്കർ സാറിൻ്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗ്രന്ഥശാല സംഘത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ സാക്ഷരതാ പുരസ്കാരം അത് യുണൈറ്റഡ് നേഷൻസ് നൽകുന്ന ക്രൂപ്സായ അവാർഡാണ്. കേരളത്തിൽ ആദ്യമായി സാക്ഷരതയ്ക്കുള്ള ലോക ബഹുമതി നേടിയെടുത്തത് ഗ്രന്ഥശാല സംഘമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ PN പണിക്കർ സാറായിരുന്നു. പണിക്കർ സാർ പിൽക്കാലത്ത് സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ഡയറക്ടറായി മാറി. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശവാക്യം ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി നടക്കുന്ന സമയം കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ കേരള യാത്രയിലാണ് ആദ്യമായി പ്രചാരത്തിൽ വന്നത്. അറിവിന്റെ വിശാല ലോകത്തേക്ക് പൊതുജനങ്ങളെ കൈപിടിച്ചുയർത്തി തന്റെ ജീവിതം സഫലമാക്കിയ PN പണിക്കർ 1995 ജൂൺ 19 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായും ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമായും ആചരിച്ചു വരുന്നു. അതാണ് കേരള ജനത അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ ബഹുമതി. 1995 ജൂൺ 19 അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്. തുടർന്ന് PN പണിക്കരോടുള്ള ആദരം എന്ന നിലയിൽ ഈ ദിവസം വായനാ ദിനമായും തുടർന്ന് ഒരാഴ്ചക്കാലം വായനാ വാരമായും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെട്ടു പോരുന്നു. ഈ വായനയ്ക്കും ബ്ലോഗ് എഴുത്തിനും വഴിമാറുന്ന വിപുലപ്പെടുന്ന കാലത്ത് വായനയുടെ കുലപതിയെ ഞങ്ങൾ ആദരപൂർവ്വം ഓർക്കുന്നു.